Alhamdulillahi nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtad wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyuzhirahu ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ali Ibrahim wa barik ala Muhammadin wa ali Muhammad kama barakta ala Ibrahim wa ali Ibrahim fil alamin innaka Hamidum Majid. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Kullama dakhala 'alayha Zakariya al-mihrab wajada 'indaha rizqa. Qala ya Maryamu anna laki hadha? Qalat huwa min 'indillah. Inna Allaha yarzuqu man yasha'u bighairi hisab. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സച്ചരിതരായ മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഫാത്തിമ ബീവിയുടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഖുതുബ വളരെ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പലരും മറച്ചു വെക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്ത ചരിത്ര വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ ചില കോട്ടകളൊക്കെ കുലുങ്ങുകയും നിർമ്മിച്ചു വച്ചിരിക്കുന്ന പലതും തകരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കള്ളം പറഞ്ഞു പോലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധം വ്യക്തമാണ് ചരിത്രമെന്നിരിക്കെ കള്ളം പറയാൻ പോലും ആവതില്ലാതെ പുരോഹിതന്മാർ തങ്ങളുടെ മാളത്തിലേക്ക് വലിയുന്നതായിട്ടാണ് നാം കാണുന്നത്. ചില അതിതീവ്ര വിഭാഗങ്ങളിലെ മുസ്ലിയാ കുട്ടികൾ 2-3 പേരിരുന്ന് ചിലതൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നുമാകുന്നില്ല എന്നുള്ളത് പറയുന്നവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു, ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള അപ്രിയങ്ങളായ സത്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് മൂടിവെക്കാൻ സാധ്യമല്ല. അത് തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഷീഇ എന്നും റാഫിളി എന്നും മുർത്തദ് എന്നും മുനാഫിഖ് എന്നും ഒക്കെ ചാപ്പ കുത്തും എന്ന് അറിയാഞ്ഞിട്ടല്ല, അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടുമല്ല, അതൊക്കെ നിങ്ങൾ ചെയ്യും എന്ന് പൂർണ്ണമായും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ബോധ്യത്തോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏത് ചാപ്പ കുത്തിയാലും കുഴപ്പമില്ല. അപ്രിയങ്ങളായ ഇക്കാലമത്രയും പുരോഹിത വർഗവും അധികാരി വർഗവും മൂടിവെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സത്യങ്ങൾ തുറന്നു പറയുകയും പ്രവാചകനോടും പ്രവാചക കുടുംബത്തോടും ഇക്കാലമത്രയും ചെയ്ത അനീതികൾ സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യും. അതിൽ യാതൊരു നീക്കുപോക്കുമില്ല. ചോദിക്കുന്നത്, ഇത് പറഞ്ഞിട്ടെന്താണ് കാര്യം? ഇത് പറയുന്നത് കൊണ്ടെന്താണ് മെച്ചം? എല്ലാം കഴിഞ്ഞു പോയതല്ലേ, അള്ളാഹു അവരുമായി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമല്ലോ. ഇത് തന്നെയാണ് ഗോഡ്സെ പറയുന്നത്. ഗോഡ്സെയുടെ ആളുകളും പറയുന്നത് ഇത് തന്നെയാണ്. ഇന്നലെ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയെ കൊന്ന ആളുകൾ ചോദിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കഴിഞ്ഞു പോയില്ലേ, ഇനി നമുക്ക് പറഞ്ഞതുകൊണ്ട് വല്ലതുകൊണ്ടോന്നാണ്. ഈ ചോദ്യം തന്നെയാണ് മുആവിയൻ പുരോഹിത വർഗവും ഫാത്തിമ ബീവിയെ കൊന്നിട്ട്, അലിയാര് തങ്ങളെ കൊന്നിട്ട്, ഹസനെയും ഹുസൈനെയും കൊന്നിട്ട്, ആ പ്രവാചക കുടുംബത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്തിട്ട് ഇപ്പോൾ ചോദിക്കുന്നത്, ഇതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി പറയണോ മൗലവി എന്നാണ്.
നിങ്ങളുടെയും ഗോഡ്സെയുടെയും അവരുടെ ആളുകളുടെയും ഒക്കെ വാദം ഒന്നാണ് എന്നുള്ളതിനാൽ ഞാൻ ഇത് പറഞ്ഞ് ഈ സമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ. നിങ്ങളുടെ കിതാബുകളൊക്കെ കൊണ്ടുപോവാം, എന്നിട്ട് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക ഇതിൽ വസ്തുതകളില്ലെന്ന്. അങ്ങനെ പറയാലോ. യൂട്യൂബ് ഇവിടെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതിലൂടെ വന്ന് പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ടതും അമവി കുടുംബവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ ഇനിയും ധാരാളമുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ്, ഒരു കണക്കിന് അതുമായി ബന്ധപ്പെട്ടത് തന്നെ മറ്റൊരു വിഷയമാണ് ഇന്നത്തെ ഖുത്ബയിൽ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഖുത്ബ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്കടിയിൽ ഇപ്പോഴും ചില പാവങ്ങൾ വന്നിട്ട് ഇത് വീട്ടിൽ നടത്തുന്ന ഖുത്ബയാണെന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ നടത്തുന്ന ഖുത്ബ അത്ര മോശപ്പെട്ട ഖുത്ബയാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഈ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരുമൊക്കെ കേരളത്തിൽ ഇത്രയധികം ആസ്തിയും സമ്പത്തുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദാരിദ്ര്യം പിടിച്ചൊരു കാലാവസ്ഥ അവർക്കുണ്ടായിരുന്നു. അവർ പീടികയുടെ മുകളിലും വീടുകളിലൊക്കെ വെച്ച് തന്നെയാണ് ഖുത്ബയും ജുമയൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. പിന്നീട് ഗൾഫിൽ നിന്നും മറ്റും പണമൊഴുകി വന്ന് വലിയ ആസ്തിയുള്ളവരായി, എന്നിട്ട് വലിയ കെട്ടിടങ്ങളും നക്ഷത്ര പള്ളികളുമൊക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പള്ളികളിലേക്കൊക്കെ പോയി തുടങ്ങിയത്. പക്ഷേ ഞങ്ങളങ്ങനെ നാട് നീളെ പള്ളി ഉണ്ടാക്കി വലിയ സംഘടന ഉണ്ടാക്കി ബഹളം വെക്കാൻ വന്നവരല്ല. ഞങ്ങൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ചെറു സംഘമാണ്, എപ്പോഴും ചെറുസംഘമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് ജുമാ നടത്തുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന യാതൊരു കാര്യവും ഇക്കാര്യത്തിലില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ എന്തോ എക്സസൈസ് ചെയ്യുന്നു അത്രേ, അപ്പോൾ അവരുടെ എന്തൊക്കെയോ ഇടിഞ്ഞു പോകുന്നു എന്നാണ് ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ വിലാപം. സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. അവർക്ക് ജിമ്മിൽ പോയിക്കൂടാ, അവർ എക്സസൈസ് ചെയ്തുകൂടാ, അവർ പുറത്തിറങ്ങി നടന്നുകൂടാ, അവർ മുഖം മൂടണം, അവരുടെ കണ്ണ് മൂടണം, അവരുടെ മുടി മൂടണം, ആകപ്പാടെ മൂടണം. കാരണം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാകും. ഈ പുരുഷന്മാർക്ക് വികാരമുള്ളത് കൊണ്ട് സ്ത്രീകൾ ആകപ്പാടെ മൂടി നടക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇത് പണ്ടൊരു കള്ളം പറഞ്ഞിരുന്നു, ഈ ജ്വല്ലറികളൊന്നും തുറന്നു വെക്കരുത്, കാരണം ജ്വല്ലറികളൊക്കെ തുറന്നു വെച്ചിട്ട് കണ്ടാൽ എനിക്ക് കക്കാൻ തോന്നും എന്നാണ്. ഇതുപോലെ ഉള്ള ഒരു കള്ളൻ്റെ മനോഭാവമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോൾ, സ്ത്രീകളുടെ മുടി കാണുമ്പോൾ, സ്ത്രീകൾ നടക്കുന്നത് കാണുമ്പോൾ വികാരം ഉണ്ടെങ്കിൽ അയാൾ ആശുപത്രി കൊണ്ടുപോയിട്ട് ചികിത്സിക്കണം. അതൊരു തരം മനോരോഗമാണ്. അതുള്ളത് ഉസ്താദിനാണെങ്കിൽ ഉസ്താദിനെ ചികിത്സിക്കണം. അതിന് സ്ത്രീകളോട് മൂടി നടക്കാനല്ല പറയേണ്ടത്, വീട്ടിലിരിക്കാനല്ല പറയേണ്ടത്. കാലം മാറിപ്പോയി ഉസ്താദെ, ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഖുർആനിലുള്ള സ്ത്രീ ഏതാണെന്ന് മനസ്സിലാകണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞ മുസ്ലിയാർ, ആ മുസ്ലിയാർക്കെതിരെ ചെറുവിരനക്കാത്ത വനിതാവകാശ കമ്മീഷൻ, ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ സ്ത്രീവിരുദ്ധതകളെയും താലോലിക്കലാണ് നമ്മുടെ വനിതാ കമ്മീഷൻ്റെ പരിപാടി എന്ന് നമുക്ക് തോന്നിപ്പോകും. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് അവാർഡ് കൊടുത്താൽ ഇടിഞ്ഞു വീഴുന്ന ആകാശമാണെങ്കിൽ ആ ആകാശം ഇടിഞ്ഞു വീഴണം, തകർന്നു പോകുന്ന മതമാണെങ്കിൽ ആ മതം തകർന്നു പോകണം, ഇല്ലാതായി പോകുന്ന സദാചാരമാണെങ്കിൽ ആ സദാചാരം ഇല്ലാതാകണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളെ അപമാനിച്ചിറക്കി വിട്ടത് ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തലയെക്കെട്ടുകാരൻ പറയണം. ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് സ്ത്രീകൾക്ക് ഖുർആൻ നൽകിയിട്ടുള്ളത്? നിങ്ങൾ പറയല്ലോ മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗം. അതൊക്കെ വെറുതെ ഉടായ്പ് പറയുക എന്നല്ലാതെ ഹൽക്കിൻ്റെ താഴോട്ട്, തൊണ്ടയുടെ താഴോട്ട് ഇറക്കിയിട്ടാണ് ഈ പറയുന്നത്. സ്ത്രീകൾക്ക് സ്വന്തം ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടാകുമ്പം വികാരം ശമിപ്പിക്കാൻ വേണ്ടി 2ാമതും 3ാമതും 4ാമതും കെട്ടണമെന്ന് പറഞ്ഞ ഉസ്താദാണ് ഇപ്പം സ്ത്രീകളോടുള്ള വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. മര്യാദയും മാന്യതയും ഇല്ലാത്തവർ. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. സ്വർഗത്തിലുള്ള ഹൂറികളുടെ മാറിടത്തിൻ്റെ വലിപ്പവും മുഴുപ്പും നോക്കിയിട്ട് അത് പ്രസംഗിക്കുന്ന വിവരദോഷികളാണുള്ളത്. എന്ന് വെച്ചാൽ അത് വ്യഭിചാരത്തിൻ്റെ കേന്ദ്രമാണെന്നാണ്. ഇങ്ങനെ വ്യഭിചാരത്തിൻ്റെ കേന്ദ്രമായിട്ട് സ്വർഗത്തെ മാറ്റുകയും സ്ത്രീകളെന്ന് പറഞ്ഞാൽ വെറുമൊരു ഉപഭോഗ വസ്തുവാണെന്ന് വിചാരിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചെറുതും വലുതുമായ സംഘടന കൂട്ടങ്ങളുടെ ഒരു ഭരണമാണ് മതത്തിൽ നടക്കുന്നത്. ആരും ഇതിൽ പിറകിലല്ല കേട്ടോ. ഈ നവോത്ഥാനക്കാരെന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയും ഇക്കാര്യത്തിൽ വഷളൻ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൗദൂദിക്ക് പർദ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. ഇപ്പം മൗദൂദി ഞങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. മൗദൂദി എഴുതിയ പർദ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കുന്നില്ല, മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നില്ല.
ഈ വഹാബികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ണും മുഖവും മൂടണമെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത്, സ്വന്തം വീട്ടിനകത്ത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും അനുജനും പരസ്പരം അവരവരുടെ ഭാര്യമാരെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മറകെട്ടി നടക്കുന്നവരാണ്. ഏത് പ്രാകൃത കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ പ്രവാചകകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 6 പ്രവാചകകളുണ്ട് ഖുർആനിൽ. ഇബ്രാഹിം നബിയെപ്പോലെ, മൂസാ നബിയെപ്പോലെ, ഈസാ നബിയെപ്പോലെ, മുഹമ്മദ് നബിയെപ്പോലെ, സക്കരിയ നബിയെപ്പോലെ, യഹ്യാ നബിയെപ്പോലെ, സുലൈമാൻ നബിയെപ്പോലെ 6 പ്രവാചകകൾ. പേര് പറഞ്ഞവരും പേര് സൂചിപ്പിച്ചവരും. അതിൽ ഒന്നാമത്തത് മറിയം ബീവിയാണ്. മറിയം ബീവി പ്രവാചകയാണ്, നുബുവത്ത് ലഭിച്ചവരാണ്, വഹീ ലഭിച്ചവരാണ്, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽപ്പെട്ടയാളാണ്. അല്ലെന്ന് നിങ്ങൾക്ക് ഖുർആൻ വെച്ച് തെളിയിക്കാൻ ഒക്കുമോ? മറിയം ബീവിയുടെ ഉമ്മ ഹന്ന, ഇമ്രാന്റെ ഭാര്യ, അവർ പ്രവാചകയല്ലെന്ന് തെളിയിക്കാൻ ഒക്കുമോ? മൂസാ നബിയുടെ ഉമ്മ, നാം വഹീ നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ നേർക്കുനേരെ പറഞ്ഞ മൂസാ നബിയുടെ ഉമ്മ പ്രവാചകയല്ലെന്ന് പറയാൻ ഒക്കുമോ? ഹാജറ ബീവി, ഇബ്രാഹിം നബിയുടെ ഭാര്യയും ഇസ്മായിൽ നബിയുടെ ഉമ്മയുമായ ഹാജറ ബീവി, മക്കയിലെ മസ്ജിദുൽ ഹറാം പുതുക്കി പണിയുന്നതിന് സഹായിച്ച ഹാജറ ബീവി പ്രവാചകയല്ലെന്ന് പറയാൻ ഒക്കുമോ? അതുപോലെ ആസിയ ബീവി, ഫിർഔനിന്റെ ഭാര്യയായ മൂസാ നബിയുടെ ശിഷ്യയായ ആസിയ ബീവി പ്രവാചകയല്ലെന്ന് പറയാൻ ഒക്കുമോ? ഞാൻ പറയുന്നു, ഇവരൊക്കെയും പ്രവാചകകളാണ് ഖുർആനിന്റെ ഭാഷ്യത്തിൽ. നമുക്ക് മൂസാ നബിയുടെ ഉമ്മയിലേക്ക് വരാം. മൂസാ നബിയുടെ ഉമ്മ, അവരുടെ പേര് യൂക്കാബ് എന്നോ മറ്റോ പേര് പ്രസക്തമല്ല. മൂസാ നബിയുടെ ഉമ്മ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആ ആയത്ത് ഇങ്ങനെയാണ്: വഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹീ നൽകി. എന്താണ് മുസ്ലിയാരെ ഇതിന്റെ അർത്ഥം? ഔഹൈന എന്ന് പറഞ്ഞാൽ വഹീ നൽകി എന്നല്ലേ? ഇന്ന ഔഹൈന ഇലൈക, മുഹമ്മദ് നബിയോട് പറയുന്നു, ഇന്ന ഔഹൈന ഇലൈക, നിനക്ക് നാം വഹീ നൽകി. ഇതേ പ്രയോഗമാണ് വഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹീ നൽകി. എന്താ ഇത് തമ്മിലെ വ്യത്യാസം? വഔഹൈന ഇലാ മൂസ, മൂസയ്ക്ക് നാം വഹീ നൽകി. മൂസയ്ക്ക് വഔഹൈന ഇലാ മൂസ എന്ന് പറയുമ്പോൾ മൂസയ്ക്ക് നാം വഹീ നൽകിയെന്നും, വഔഹൈന ഇലൈക എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നാം വഹീ നൽകിയെന്നും, വഔഹൈന ഇലാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് വഹീ നൽകിയെന്നും അർത്ഥം വെക്കുന്ന മുസ്ലിയാക്കൂട്ടം വഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറയുമ്പോൾ മൂസയുടെ ഉമ്മയ്ക്ക് നാം തോന്നിപ്പിച്ചു എന്ന് പറയും. ഇതിന്റെ കാരണം മൂസയുടെ ഉമ്മ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യമല്ല എന്ന് ഇവർ എഴുതി വെച്ചു. ആരെഴുതി വെച്ചു? അല്ലാഹു അല്ല, ഈ മുസ്ലിയാക്കൂട്ടം എഴുതി വെച്ചു, ഇവരുടെ തമ്പുരാക്കന്മാർ എഴുതി വെച്ചു, ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന അധികാരി വർഗം എഴുതി വെച്ചു, മുആവിയ എഴുതി വെച്ചു. എന്നിട്ട് ഇവർ എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിനനുസൃതമായി അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായി അർത്ഥം കൽപ്പിക്കുകയും ചെയ്തു. വഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹീ നൽകി. വഹീ നൽകിയാൽ പ്രവാചകയല്ലേ? പ്രവാചകന്മാർക്കാണ് വഹീ ലഭിക്കുന്നത്. ഇത്ര കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ട് ഒരിടത്തല്ല, മറ്റൊരിടത്ത് പറയുന്നു വഔഹൈന ഇലാ ഉമ്മിക യാ മൂസ മാ യൂഹ, വഔഹൈന ഇലാ ഉമ്മിക മാ യൂഹ. ബോധനം നൽകേണ്ടുന്ന കാര്യങ്ങൾ മൂസയെ നിന്റെ ഉമ്മയ്ക്ക് നാം ബോധനം നൽകിയിട്ടുണ്ട്. മൂസയുടെ ഉമ്മയ്ക്ക് ബോധനം നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, വഹീ നൽകിയിട്ടുണ്ടെന്ന്. എന്നിട്ട് പറയുന്നു സ്ത്രീകൾ പ്രവാചകകളാകാൻ യോഗ്യരല്ല, കാരണം അവർക്ക് ആർത്തവമുണ്ടത്രേ. ഹേ മനുഷ്യ, നീ ആർത്തവത്തിന്റെ ആകത്തുകയാണ്. നിന്റെ ശരീരത്തിൽ കാണുന്ന പൊക്കിളിന്റെ അടയാളമുണ്ടല്ലോ, പൊക്കിൾ കുഴിയുണ്ടല്ലോ, അത് ഉമ്മയുടെ ആർത്തവ ചക്രം വലിച്ചെടുത്ത് ഊറ്റിയെടുത്ത് വളർന്നതിന്റെ അടയാളമാണത്. ഗർഭിണിയാകുമ്പോൾ മാതാവിന്റെ ആർത്തവം നിലയ്ക്കുകയും ആർത്തവം ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതിൽ നിന്ന് പോഷകം വലിച്ചെടുത്താണ് ഈ സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യയല്ല എന്ന് താടി വെച്ച് പറയുന്ന മുസ്ലിയാരുണ്ടല്ലോ. ആർത്തവമാണ് അയാളുടെ ആധാരം. ആർത്തവത്തിൽ നിന്നാണ് അയാൾ ഉണ്ടായത്. മാതാവിന്റെ ആർത്തവത്തിന്റെ പോഷകങ്ങൾ വലിച്ചെടുക്കാതെ ഒരു പുരുഷനും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യയല്ലത്രേ. അള്ളാഹു പറയുന്നു മൂസയുടെ ഉമ്മയ്ക്ക് നാം വഹീ നൽകി. അള്ളാഹുവിനെ തിരുത്താൻ മുസ്ലിയാ കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുന്നു, മൗലവി കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുന്നു അള്ളാഹുവിനെ തിരുത്താൻ. അപ്പൊ ചോദിക്കും, തേനീച്ചക്ക് വഹീ നൽകി എന്ന് ഖുർആനിലുണ്ടല്ലോ. ഖുർആനിൽ പറയുന്നുണ്ട് തേനീച്ചക്ക് നാം വഹീ നൽകി. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി. ആക്കിലും ഗൈറു ആക്കിലും. അറബി പഠിച്ചിട്ടില്ലേ മുസ്ലിയാരെ? ആക്കില് എന്ന് പറയുന്ന മനുഷ്യനും ഗൈറു ആക്കിലായ മറ്റ് പ്രാണികൾക്കും
ഒരേ വാക്ക് ഉപയോഗിച്ചാൽ രണ്ടർത്ഥങ്ങളാണ് എന്നല്ലേ? ഇത് ഗൈറു ആക്കിലാണ്, ഈച്ച, തേനീച്ച. മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് പുരുഷനും സ്ത്രീക്കും ഒരേ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരേ അർത്ഥമാണ്. തേനീച്ചക്ക് വഹി നൽകിയെന്നാണെങ്കിൽ മൂസാക്ക് വഹി നൽകി എന്ന് പറഞ്ഞതും തേനീച്ചയെ പോലെ കൂട്ടണ്ടേ? എന്താ മൂസയുടെ ഉമ്മയെ മാത്രം അങ്ങനെ കൂട്ടുന്നത്? തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമൂഹത്തെ. ഒന്നുകിൽ ഇവർക്ക് വിവരമില്ല, വിഡ്ഢികളാണ്, അല്ലെങ്കിൽ ഇവർ ബോധപൂർവം തെറ്റിക്കുകയാണ് ദൈവവിശ്വാസികളല്ല. അള്ളാഹുവിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിനെ ഇത്രമേൽ വക്രീകരിച്ച് പറയുമോ ഈ കൂട്ടർ? മൂസാ നബിയുടെ ഉമ്മയ്ക്ക് വഹി നൽകി എന്ന് പറയുമ്പോൾ അത് തേനീച്ചക്ക് കിട്ടിയതുപോലെയാണെന്ന്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ തേനീച്ചയെപ്പോലെ വെറുമൊരു ജീവി, മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള യാതൊരു പരിഗണനയും നൽകേണ്ടതില്ലാത്ത വെറുമൊരു ജീവിയായിട്ടാണ് ഈ കൂട്ടരൊക്കെയും കണ്ടുവരുന്നത്. ഇതിൽ വഹാബികളോ ജമാഅത്തുകാരോ തബ്ലീഗുകാരോ സുന്നികളോ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ പറയുന്നു സ്ത്രീകൾ പ്രവാചകകളാകാൻ യോഗ്യമല്ല. അത് അള്ളാഹ്ക്ക് തെറ്റിപ്പോയതാണെന്നാണ്. അള്ളാഹ്ക്ക് തെറ്റിപ്പോയി, വൗഹൈന എന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്നാണ്. വളരെ കൃത്യമായി മൂസാ നബിയുടെ ഉമ്മയ്ക്ക് ബോധനം നൽകി എന്ന് ഖുർആൻ പറയുന്നു. ഇത് മൂസാ നബിയുടെ ഉമ്മയുടെ ചരിത്രം. രണ്ടാമത്തെ മറിയം ബീവിയിലേക്ക് വരാം. മറിയം ബീവിയിലേക്ക് വന്നാൽ മാലാഖമാരുമായി നേരിട്ട് സംവദിച്ചു. മാലാഖമാരുമായി നേരിട്ട് സംവദിക്കാൻ ആർക്കാ സാധിക്കുക? പ്രവാചകന്മാർക്ക്. മറിയം ബീവിയോട് മാലാഖമാർ വന്നിട്ട് പറയുന്നു, വഇദ് ഖാലത്തിൽ മലായികത്തു, മാലാഖമാർ പറഞ്ഞു, യാ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമേ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ അള്ളാഹു വിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും പറയുന്നു വസ്തഫാക്കി, വീണ്ടും അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അലാ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സകല സ്ത്രീകളെക്കാളും നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എല്ലാവർക്കും മേലെയും നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്തഫ എന്ന വാക്ക് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാർക്കാണ്, അല്ലേ? ഇസ്തഫ എന്നുള്ള വാക്ക് പ്രവാചകന്മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു. അത് ആദമിനോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത്, നൂഹിനോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത്, ഇമ്രാനോടും ഇബ്രാഹിമിനോടും ചേർത്താ പറഞ്ഞിരിക്കുന്നത്. ഇസ്തഫ എന്നുള്ള വാക്ക് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ ഉപയോഗിച്ചത്. അത് മറിയം ബീവിയെ കുറിച്ച് ഉപയോഗിച്ചപ്പോൾ അത് പ്രവാചകയല്ല. കാരണം മറിയം ബീവി സ്ത്രീയാണ്. മറിയം ബീവി പ്രവാചകയല്ലെങ്കിൽ ഒരു പുരുഷനും പ്രവാചകനല്ല. കാരണം മറിയം ബീവി പ്രവാചകന്മാർക്ക് അഖിലം മാതൃകയാണെന്ന് ഖുർആൻ പറയുന്നു. പ്രവാചകന്മാർക്ക് അഖിലം. മുഹമ്മദ് നബിക്ക് മാതൃക മറിയം ബീവി, ഇബ്രാഹിം നബിക്ക് മാതൃക, ഇബ്രാഹിം നബി മറിയം ബീവിയുടെ മുമ്പുള്ളതാണെന്ന് വെക്കാം. സക്കരിയ നബിക്ക് മാതൃക മറിയം ബീവി, യഹ്യാ നബിക്ക് മാതൃക മറിയം ബീവി, ഈസാ നബിക്ക് മാതൃക മറിയം ബീവി. ഈ ലോകത്തിലുള്ള മുഹീദ്ദീൻ ഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും തങ്ങന്മാർക്കും ഖ്വാജമാർക്കും മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും എല്ലാം മാതൃക മറിയം ബീവി. മറിയം ബീവി പ്രവാചകയല്ലേ? പിന്നെ ആരാ പ്രവാചക? മറിയം ബീവിയുടെ ഗുരുവുണ്ട് സക്കരിയ നബി. സക്കരിയ നബി ഒരു പ്രാവശ്യം മറിയമിന്റെ അടുത്തേക്ക് ചെന്നു. ഞാനിവിടെ ഓതിയ ആയത്ത്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. മറിയമിന്റെ അടുത്ത് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ തഫ്സീറൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, ഫ്രൂട്ട്സ്, ആപ്പിള്, ചക്ക, മാങ്ങ. ചക്കയും മാങ്ങയൊന്നല്ല, പിന്നെയോ അമ്പരപ്പിക്കുന്ന ജ്ഞാനം. മറിയമിന്റെ ഓരോ വാക്കും ഒരു കടലാണ്, ഓരോ മൊഴിയും ഒരു സമുദ്രം. ആഴങ്ങൾ അളക്കാൻ കഴിയാത്ത ജ്ഞാനത്തിന്റെ സമുദ്രമാണ് മറിയം. മറിയമിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ യാ മറിയം, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു മറിയമേ? പ്രവാചകനെ അത്ഭുതപ്പെടുത്തിയ ജ്ഞാനത്തിന്റെ ആഴമാണ് മറിയം. അപ്പൊ മറിയം പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇതെല്ലാം ദൈവം തന്നതാണ്. ഇതെല്ലാം പ്രവാചകന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ആ അതിശയത്തിന്റെ, ജ്ഞാനത്തിന്റെ, ആ മഹാസാഗരത്തിന്റെ പേര് പ്രവാചകയല്ലെന്ന് അല്ലെന്നാകിൽ പിന്നെ ആരാണ് പ്രവാചകൻ? ആരാണ് നബി? മറിയം ബീവി പ്രവാചകയാണെന്ന് 1000 വട്ടം ഖുർആനിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. 1 2 ആയത്തുകളല്ല, ഒരുപാട്. ഫകുലി വശ്റബി വഖർരി ഐന. മറിയം ബീവിയോട് നേരിട്ട് മാലാഖമാർ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. മാലാഖമാർ നേരിട്ട് സംവദിക്കുന്ന ഒരാളുടെ പേരും പ്രവാചകൻ എന്നല്ലെങ്കിൽ പിന്നെ ആരാ പ്രവാചകൻ? എവിടെയൊക്കെ മറിയം ബീവിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയുടെ വിലാസം എന്താണ്?
ഏതെങ്കിലും ഒരു പ്രവാചകനെ തൻ്റെ പിതാവിനോട് ചേർത്ത് പറഞ്ഞിട്ടില്ല, മാതാവിനോടും ചേർത്ത് പറഞ്ഞിട്ടില്ല. ഈസാ നബിയുടെ വിലാസം മാതാവാണ്. മസീഹ് ബിൻ മറിയം, ഈസ ബിൻ മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ, മറിയമിൻ്റെ പുത്രൻ ഈസ, മറിയമിൻ്റെ മകൻ എന്നല്ലാതെ ഈസയുടെ ഉമ്മ എന്ന വിലാസം തിരിച്ച് അങ്ങോട്ടില്ല. ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നോ രണ്ടോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും മറിയമിൻ്റെ വിലാസത്തിലാണ് ഈസ അറിയപ്പെടുന്നത്. മറിയമില്ലെങ്കിൽ ഈസയില്ല. വിശുദ്ധ മേരി, ആ വിശുദ്ധി മുഴുവനും ഈസാ നബിക്ക് കൽപ്പിക്കപ്പെടുന്ന വിശുദ്ധി അത് മറിയമിൽ നിന്ന് കിട്ടിയ വിശുദ്ധിയാണ്. ഈസാ നബിക്ക് കൽപ്പിക്കപ്പെടുന്ന ജ്ഞാനത്തിൻ്റെ ആഴം അത് മറിയമിൽ നിന്ന് കിട്ടിയതാണ്. ഈസാ നബിയുടെ സ്നേഹം അത് മറിയമിൽ നിന്ന് പകർന്നതാണ്. മറിയമാണ് ആധാരം. മറിയം പ്രവാചകയല്ലെങ്കിൽ പിന്നെ ഒരു പുരുഷനും പ്രവാചകനല്ല. പിന്നെയുള്ളത് ഹാജർ. കഅബയുടെ, മസ്ജിദുൽ ഹറാമിൻ്റെ, ഇന്ന് കാണുന്ന മസ്ജിദുൽ ഹറാം കേന്ദ്രീകരിച്ച നാഗരികതയ്ക്ക് ഇബ്രാഹിം പിതാവാണെങ്കിൽ അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഹാജറ എന്ന മാതാവിന്. ഹാജറയില്ലെങ്കിൽ ഇസ്മായിലില്ല, ഹാജറയില്ലെങ്കിൽ മക്കയില്ല, ഹാജറയില്ലെങ്കിൽ ഈ നാഗരികതയുമില്ല. ഇന്ന് മക്ക കേന്ദ്രീകരിച്ചുണ്ടായ നാഗരികത ആരുടെയെങ്കിലും പേരിൽ ഓർക്കണമെങ്കിൽ അത് ഹാജറയുടെ പേരിലാണ്. ഹാജറ പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്മായിൽ പ്രവാചകനാകില്ല. ഇബ്രാഹിം നബിയുടെ ശിക്ഷണമല്ല ഇസ്മായിലിന്, ഹാജറയുടെ ശിക്ഷണമാണ്. അതാണ് വേര്. അതിലാണ് കിടക്കുന്നത് ആധാരങ്ങൾ മുഴുവനും. ഹാജറ പ്രവാചകനല്ലേ? റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സിർഇൻ. അല്ലാഹുവേ, ഞാനിതാ എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു, ഇനി നീയാണ് നോക്കേണ്ടത്. ഇബ്രാഹിം നബി പറഞ്ഞു, ഏതാണ് ആ കുടുംബം? ഹാജറും ഇസ്മായിലും. ഹാജറ ബീവി പ്രവാചകയാണ്. പിന്നെ ഉള്ളത് ഹവ്വയാണ്. ഞാൻ ചുരുക്കി പറയുന്നു. ഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഇണയും ഈ തോട്ടത്തിൽ വസിച്ചു കൊള്ളുക. ആദം പ്രവാചകനാണെങ്കിൽ ആദമിനോടൊപ്പം തോട്ടത്തിൽ വസിച്ച മാതാവും പ്രവാചകയാണ്. ഖാല, ഖുർആൻ അവിടെ അവരെക്കുറിച്ച് പറഞ്ഞെടുത്ത് മുഴുവനും പിന്നെ ദ്വിവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വിവചനം ഒരുപോലെ. ഖാല, അവർ ഇരുവരും പറഞ്ഞു, റബ്ബനാ ലലംനാ അൻഫുസന. ഇരുവരും പറഞ്ഞു. ഫഅസല്ലഹുമാ, ഇങ്ങനെയാണ്. ലാ തഖ്റബ, എല്ലാം ദ്വിവചനങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുവരും ഒരുപോലെയാണ്. ആദം എത്രത്തോളം പ്രവാചകനാണോ അത്രത്തോളം തന്നെ പ്രവാചകയാണ് ഹവ്വ. ആദം പ്രവാചകനും ഹവ്വ ആദമിൻ്റെ വെപ്പുകാരിയൊന്നുമല്ല, വെപ്പാട്ടിയുമല്ല. ആദമിനെ പോലെ സ്വതന്ത്രയായ പ്രവാചകയാണ് ഹവ്വ. മറ്റൊരു പ്രവാചകയുള്ളത് മൂസാ നബിയുടെ ശിഷ്യയും ഫറോവയുടെ ഭാര്യയുമായ ആസിയ ബീവി. ആസിയ ബീവിയും ലോകത്തിന് മാതൃകയാണെന്ന് ഖുർആൻ പറയുന്നു. വലറബല്ലാഹു മസലൽ ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫറോവയുടെ ഭാര്യയായ ആസിയ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് നിന്റെ അരികിൽ ഒരു ഭവനം വേണം, നിന്നോടൊപ്പം താമസിക്കാൻ ഒരു ഭവനം വേണം. എന്തൊരു പ്രാർത്ഥനയാണ്! നിന്നോടൊപ്പം വസിക്കാൻ, ദൈവത്തോടൊപ്പം അള്ളാഹുവിനോടൊപ്പം താമസിക്കാൻ ഒരു ഭവനം ചോദിച്ചത് ആസിയ ബീവി. ആസിയ ബീവിയെ അള്ളാഹു സകല മനുഷ്യർക്കും മാതൃകയാക്കി മറിയം ബീവിയോടൊപ്പം വെച്ചു. അവർ പ്രവാചകയല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാർക്ക് എങ്ങനെ മാതൃകയാകും? ആസിയ ബീവി പ്രവാചകയാണ്. നിങ്ങൾ നോക്കൂ, മറിയം ബീവിയുടെ പേരിലൊരു അധ്യായമുണ്ട്, 19-ാമത്തെ അധ്യായം. അത് മാത്രം മതി. ഖുർആനിൽ ഇൻഡിവിജ്വലായിട്ട് പേര് പറയപ്പെട്ടിട്ടുള്ള അധ്യായങ്ങൾ മുഴുവനും പ്രവാചകന്മാരുടേതാണ്. യൂനുസ്, ഹൂദ്, യൂസുഫ്, നൂഹ്, ഇബ്രാഹിം, ഇതൊക്കെ പ്രവാചകന്മാരാണ്. ലുഖ്മാൻ പ്രവാചകനാണ്. ലുഖ്മാനെ പ്രവാചകനായിട്ട് ഇവർ അംഗീകരിക്കൂല, കാരണം കറുത്തയാളാണ്. കറുത്തവർ പ്രവാചകനാകാൻ യോഗ്യമല്ല, അതുകൊണ്ട് ലുഖ്മാനെ മാറ്റി നിർത്തും. ലുഖ്മാൻ പ്രവാചകനാണ് ഖുർആനിൽ. പക്ഷേ കറുത്ത വർഗക്കാരനായതുകൊണ്ട് ലുഖ്മാനിനെ മുഖ്യധാരാ പ്രവാചക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. വംശീയത എത്രമാത്രം ഈ പൗരോഹിത്യ വിഭാഗത്തെ ഗ്രസിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ലുഖ്മാനിനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ലുഖ്മാനെ മാറ്റി നിർത്തി. അതുപോലെ പിന്നെ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞൊരു പേര് മറിയമാണ്. നോക്കൂ നിങ്ങൾ, ഏത് അധ്യായത്തിന് ഒരു മനുഷ്യന്റെ പേര് കൊടുത്തിട്ടുണ്ടോ
അവരൊക്കെയും പ്രവാചകന്മാരായിരുന്നു. മറിയം മാത്രം മാറ്റി നിർത്തപ്പെട്ടു, കാരണം അത് സ്ത്രീയാണ്. ലുഖ്മാൻ മാറ്റി നിർത്തപ്പെട്ടു, കാരണം അതൊരു കറുത്തയാളാണ്. ചരിത്രം പഠിക്കണം. ഇങ്ങനെ സ്ത്രീകളെ പ്രവാചകകളാകാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഈ പൗരോഹിത്യമാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റൂല എന്ന്, ഇതൊന്നും പാടില്ലെന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചരിത്രത്തിൽ റാബിയ എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്. റാബിയ, നഫീസ എന്ന് പറയുന്ന മറ്റൊരു വനിതയുണ്ട്. ഇവരൊക്കെയും രചിച്ച ദിവ്യപ്രണയത്തിൻ്റെ കാവ്യങ്ങൾ അതിൻ്റെ 7 അയലത്തെത്തുമോ ഏതെങ്കിലും ഒരു പുരുഷകേസരി മാതൃത്വം പോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇത്രമേൽ ശക്തമായ മറ്റൊരായുധം പുരുഷന്റെ കയ്യിലില്ല. ഒരു സ്ത്രീയുടെ അല്ലാ എന്ന വിളിയുടെ 7 അയലത്തെത്തില്ല 1000 പുരുഷന്മാർ ചേർന്ന് വിളിക്കുന്ന അല്ലാ എന്ന വിളി. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് ഉയരുന്നത്. ആർദ്രമായ പ്രണയഭാവത്തിൽ നിന്നാണ് അത് ഉണരുന്നത്. മറിയം ബീവിയോളം ഈ ലോകത്തുള്ള സകല പ്രവാചകന്മാരും സകല മനുഷ്യരും സകല പുരുഷന്മാരും ഒരുമിച്ചാലും ഒരു മറിയമിനോളം എത്തില്ല എന്നുള്ളത് കൊണ്ടാണ് മറിയമിനെ അള്ളാഹു എടുത്ത് അത്യുന്നതമായ സ്ഥാനങ്ങളിൽ അവരോധിച്ചത്. മാറ്റിവെക്കാൻ പറ്റില്ല, ഒരു മുസ്ലിയാർക്കും പറ്റില്ല. കാരണം ലറബല്ലാഹു മസലല്ലദീന ആമനു, അന്ത്യനാൾ വരെയുള്ള സച്ചരിതരായ മനുഷ്യർക്ക് മാതൃകയായിട്ട് 2 സ്ത്രീകളെ ഞാനിതാ പ്രതിഷ്ഠിക്കുന്നു. അതിലൊന്ന് മറിയമാണ്, മറ്റൊന്ന് ആസിയയാണ്. ആർക്കൊക്കും ഇത് മാറ്റാൻ? എന്നിട്ട് ഏതെങ്കിലും കുറച്ച് നിന്റെ ഉമ്മാനോട് കടപ്പാട് എന്ന് പറഞ്ഞ ഹദീസും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് സകല വൃത്തികേടുകളും സ്ത്രീകളുടെ മേൽ ആരോപിക്കും. അവരാണ് നരകത്തിൽ കൂടുതൽ, അവരാണ് ഏറ്റവും മോശക്കാർ, അവർ കാരണമാണ് ലോകത്തിൽ മുഴുവൻ ഫിത്ന ഉണ്ടാകുന്നത്, അവർക്ക് അധികാരമേൽപ്പിച്ചാൽ ലോകം മുഴുവൻ നശിക്കും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും എന്നിട്ട് വെറുതെ പറ്റിക്കാൻ വേണ്ടി, എന്നാലോ നേർച്ചയ്ക്ക് ഇവർ വേണം, മുസ്ലിയാർക്ക് പത്തിരി ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ വേണം. ആർത്തവത്തിൻ്റെ സമയത്ത് ഖുർആൻ തൊടരുത്, ഖുർആൻ ഓതരുത്, സുജൂദ് ചെയ്യരുത്, ഇങ്ങനെയുള്ള ഒന്നും പാടില്ല. എന്നാലോ അപ്പം ചുട്ടു കൊടുക്കാം, വസ്ത്രമലക്കി കൊടുക്കാം, ഉള്ള എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കാം. അതൊന്നും സ്വീകരിക്കുന്നതിനൊരു തടസ്സമില്ല. ഇങ്ങനെ വിശുദ്ധിയുടെ എല്ലാ വിലാസങ്ങളെയും മാറ്റിവെച്ച് വെറും ഒരു മാംസകഷ്ണമായി മാത്രം സ്ത്രീയെ കാണുന്ന പൗരോഹിത്യവും മതബോധവും ഉണ്ടല്ലോ, അത് വിശുദ്ധ ഖുർആനെതിരാണ്. ഖുർആൻ ഒന്ന് വായിക്കണം, വായിക്കേണ്ടതുപോലെ വായിക്കണം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഞാൻ വിചാരിക്കുന്നു നേർക്കുനേരെ ഖുർആനിൽ സൂചനകളുള്ള മറ്റൊന്ന്, ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യയായ സാറാ ബീവിയും മാലാഖമാരോട് നേരിട്ട് സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സാറാ ബീവി പ്രവാചകയാകാൻ എല്ലാ തരത്തിലും യോഗ്യതയുള്ള പ്രവാചകയാണെന്ന് കണക്കാക്കാവുന്ന പരാമർശങ്ങൾ ഖുർആനിലുള്ള മറ്റൊരു വനിതയാണ് സാറാ ബീവി. മാലാഖമാരോട് തമാശ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്രായത്തിലാണോ എനിക്ക് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിച്ചു എന്ന് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അവർ മുഖം കോട്ടി ചിരിച്ചു. അങ്ങനെയുള്ള ചരിത്രങ്ങളെയൊക്കെ മൂടിവെച്ച് പുരുഷന്മാർ മാത്രമാണ്. അപ്പോൾ എന്നിട്ട് ഇവരൊരു ആയത്ത് ഓതും. എന്താ ആയത്തെന്നറിയോ? വമാ അർസൽനാ ഖബലക ഇല്ലാ റിജാലൻ നുഹി ഇലൈഹിം എന്ന് പറയുന്ന 2-3 ആയത്തുകളുണ്ട് ഖുർആനിൽ. നിനക്ക് മുമ്പ് നമ്മൾ മനുഷ്യരെ അല്ലാതെ പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് റിജാൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരെ മാത്രമേ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, റിജാൽ എന്ന്. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മറ്റൊരിടത്ത് കാണാം വനാദ അസ്ഹാബുൽ അയറാഫി റിജാലൻ. അസ്ഹാബുൽ അയറാഫ്, അയറാഫിൻ്റെ ആളുകൾ, അവിടെ റിജാൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പുരുഷന്മാർ മാത്രാണോ? ഖുർആനിൽ റിജാൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. റിജാൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് നിസാ എന്ന എതിർവചനം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മനുഷ്യരാകെയാണ് എന്നാണ്. നിസാ എന്ന എതിർവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുരുഷൻ. അങ്ങനത്തെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അങ്ങനെയല്ലേ? മാൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, അത് മനുഷ്യർക്കാകെയുള്ള ശബ്ദമാണ്. എപ്പോൾ അതിൻ്റെ എതിർ ശബ്ദം പറഞ്ഞിട്ടില്ലെങ്കിൽ, എതിർ ശബ്ദം പറഞ്ഞാൽ അത് പുരുഷൻ മാത്രമായി തീരും. അല്ലെങ്കിൽ അത് മനുഷ്യരെ ആകെ ബാധിക്കുന്ന പ്രയോഗമാണ്. ഇതാണ് അറബിയിലും. റിജാൽ എന്ന് മാത്രം ഉപയോഗിച്ചാൽ, അതിൻ്റെ എതിർ ശബ്ദം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, എതിർലിംഗം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് മനുഷ്യരെ ആകെ ബാധിക്കുന്ന, മനുഷ്യരെ ആകമാനം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പ്രയോഗമാണ്. അതിൻ്റെ എതിർ ലിംഗം ഉപയോഗിച്ചാലോ റിജാലൻ വനിസാൻ, പുരുഷനും സ്ത്രീയും. അങ്ങനെയാണ്. ഇപ്പോൾ ഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ രാവും പകലും,
അല്ലെങ്കിലോ ഒരു ദിവസത്തെ മുഴുവൻ പ്രയോഗിക്കുന്ന ശബ്ദമാണ് ഡേ. ഇതുപോലെയാണ്. അപ്പോൾ റിജാൽ എന്ന് മാത്രം ഉപയോഗിച്ചിടത്ത് മനുഷ്യൻ എന്നാണ് അർത്ഥം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നിനക്ക് മുമ്പ് നാം നിയോഗിച്ചതെല്ലാം മനുഷ്യരെയാണ് എന്നാണ്. അല്ലാതെ മാലാഖമാരെ നിയോഗിച്ചിട്ടില്ല, ജിന്നുകളെ നിയോഗിച്ചിട്ടില്ല, മറ്റ് ജീവിവർഗങ്ങളെ നിയോഗിച്ചിട്ടില്ല, മനുഷ്യരെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിനെ മാറ്റി ആകപ്പാടെ അർത്ഥം പറയുന്നത് ഇത് പുരുഷന്മാർക്ക് മാത്രമാണ്. പള്ളികളെക്കുറിച്ച് പറഞ്ഞിടത്തും ഈ പ്രശ്നമുണ്ട്. ഫീഹി റിജാലുൻ എന്ന് പറയുന്നുണ്ട്, അവിടെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു ഇരുട്ടറ ഉണ്ടാക്കുന്നത്. ഖുർആൻ പഠിക്കണം, ഖുർആൻ വായിക്കണം, അതിൻ്റെ ആഴങ്ങളിൽ വായിക്കണം. അപ്പോഴറിയാം മുഹമ്മദ് നബിയെ പോലെ, ഈസാ നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലും ഒരു മറിയം നബി, അപ്പോഴറിയാം ഒരു ഹാജറ നബി, അപ്പോഴറിയാം ഒരു ആസിയ നബി, ഒരു ഹവ്വാ നബി. ഇങ്ങനെ പ്രവാചകകളുടെ എണ്ണമുണ്ട് ഖുർആനിൽ. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പറയുന്ന ഹദീസിൻ്റെ ഔദാര്യമൊന്നും വേണ്ട. അടിസ്ഥാനപരമായി പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാർക്ക് മുകളിലായി അള്ളാഹു പ്രതിഷ്ഠിച്ചു വെച്ചതാണ് സ്ത്രീകളെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബിഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപുള്ള പ്രവാചകകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രവാചകൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ ആധാരമായിട്ടുള്ള ചില സ്ത്രീകളെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കണം. അതിലൊന്ന് ഖദീജ ബീവിയാണ്. ഖദീജ ബീവി ഇല്ലെങ്കിൽ ഇക്കാണുന്നതൊന്നുമില്ല. ഇന്ന് നമ്മളിങ്ങനെ ജുമുഅക്ക് കൂടിയിരിക്കില്ല, നമ്മളിങ്ങനെ പറയില്ല, നമ്മുടെ കൈകളിൽ ഖുർആൻ ഉണ്ടാവില്ല. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഇത് ഖദീജ ബീവിയെക്കുറിച്ചുള്ളതാണ്. ആരോരുമില്ലാത്ത മുഹമ്മദിന് അത്താണിയായവൾ, ഇടറിപ്പോയ കാലുകൾക്ക് താങ്ങായി നിന്നവൾ, ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനെ വീണ്ടെടുത്തവൾ, സ്വയം നഷ്ടപ്പെടുത്തി മുഹമ്മദിനെ ലോകത്തിന് കാഴ്ചവെച്ചവൾ. ആ ഒരു സ്ത്രീയുടെ പേരാണ് ഖദീജ. ഖദീജയില്ലാതെ ഇസ്ലാമില്ല, ഖദീജയില്ലാതെ ഈ പറയുന്ന ആദർശവും ഇല്ല. പിന്നെ ഓർക്കേണ്ട മറ്റൊരു പേരാണ് ഫാത്തിമ. റസൂലിൻ്റെ മകൾ ഫാത്തിമയല്ല, റസൂലുള്ളാഹിൻ്റെ ഒരു പോറ്റുമ്മയുണ്ട് ഫാത്തിമ. ഖദീജയ്ക്ക് മുമ്പ് റസൂലിൻ്റെ മാതാവ് മരിച്ചപ്പോൾ മാതാവും സർവവുമായി റസൂലിനെ പൊതിഞ്ഞു തന്നൊരു ഫാത്തിമയുണ്ട്, അബൂ താലിബിൻ്റെ ഭാര്യ, അലിയാർ തങ്ങളുടെ ഉമ്മ ഫാത്തിമ. ആ ഓർമ്മക്ക മകൾക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്. അങ്ങനെ ഒരു ഫാത്തിമയുണ്ട്. ഈ ഫാത്തിമ മരിച്ചപ്പോൾ റസൂലുള്ള ഖബറിൽ കടന്നു. റസൂലിൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലാണ് മരിക്കുന്നത്. മരിച്ചപ്പം ഖബർ കുഴിച്ചപ്പോൾ റസൂൽ ആദ്യം കയറി കടന്നു. എൻ്റെ ഉമ്മ കിടക്കുന്നിടത്ത് ഞാനൊന്ന് കടന്നു നോക്കട്ടെ. എന്നിട്ട് വാങ്ങി വെച്ചു ഖബറിൽ.
ആ ഫാത്തിമ ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. നമ്മൾ പറയുന്ന പുരുഷകേസരിമാരൊന്നും അല്ല. ഇസ്ലാമിൻ്റെ ആധാരമായിരിക്കുന്നത്, ഇസ്ലാം എന്ന ശരീരത്തിനൊരു പൊക്കിൾ കൊടിയുണ്ടെങ്കിൽ ആ പൊക്കിൾ കൊടി കടപ്പെട്ടിരിക്കുന്നത് ഖദീജയോടാണ്, ഫാത്തിമയോടാണ്. ഇതൊക്കെ മറന്നിട്ട് ചരിത്രമില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ ഓർക്കണം. ഇതൊക്കെ മൂടി വച്ചിരിക്കുകയാണ്. മറന്നു പോകരുത്, ഓർമ്മകളുണ്ടായിരിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.